ആരൊക്കെയാണ്, എങ്ങനെയാണ് അവര് ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത് പോകേണ്ടത്, പോകുമ്പോൾ അമ്മയ്ക്ക് നൽകാനായിട്ട് കയ്യിൽ കരുതേണ്ട ആ കാര്യം എന്താണ്, നക്ഷത്രക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും കാരണവശാല് നിങ്ങൾക്ക് ഒട്ടും പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. 3 വിശാഖം, 4 രേവതി, 5 നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഏകദേശം തീരാറായി കഴിഞ്ഞു അല്ലെ. ഇനി വെറും 3 മാസം മാത്രമേ ഉള്ളൂ ഈ ഒരു 2025 കഴിയാനായിട്ട്. ഞാൻ ഇന്നിവിടെ ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടില് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 2025 തീരുന്നതിന് മുന്നേ ആയിട്ട് അവരോട് ചോറ്റാനിക്കര ക്ഷേത്രത്തിലൊന്ന് പോയി തൊഴാനായിട്ട് പറയണം. ഇനി നിങ്ങൾ ആ നക്ഷത്രക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോറ്റാനിക്കര അമ്മയെ പോയി കണ്ടു തൊഴണം. കാരണം ചോറ്റാനിക്കര ഭഗവതി നിങ്ങളെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇവർ ചോറ്റാനിക്കര പോയി അമ്മയെ കണ്ട് തൊഴുതു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും സകല ദുരിതവും അമ്മയുടെ അനുഗ്രഹത്താൽ ഇവരുടെ ജീവിതത്തിൽ മാറിക്കിട്ടും. ഒപ്പം വെച്ചടി കുതിച്ചുയരുന്ന ഒരു ജീവിതമായിരിക്കും മുന്നോട്ട് ഇവരെ കാത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാര്, ആരൊക്കെയാണ്, എങ്ങനെയാണ് അവര് ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത് പോകേണ്ടത്, പോകുമ്പോൾ അമ്മയ്ക്ക് നൽകാനായിട്ട് കയ്യിൽ കരുതേണ്ട ആ കാര്യം എന്താണ് എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാനിവിടെ പറയുന്ന ഈ നക്ഷത്രക്കാര് ജീവിതത്തിലെ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഈ ഒരു സാഹചര്യത്തിൽ നേരിടുന്നുണ്ടാവാം. ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെയും ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മയെ പോയി കാണുക എന്നുള്ളതാണ്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ടും അമ്മയെ പോയി കണ്ട് തൊഴുക. ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഒട്ടും പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇന്നിവിടെ പറയുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർ ചെയ്യുന്ന സമയത്ത് അവർക്ക് മാത്രമല്ല അതിൻ്റെ ഒരു നേട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐശ്വര്യം വന്നു ഭവിക്കുന്നത്. അവരുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം ലഭിക്കുന്നതായിരിക്കും. ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച അമ്മയാണ്, ഒരുപാട് പേരെ രക്ഷിച്ച, തോളിലേറ്റി ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ച അമ്മയാണ് ചോറ്റാനിക്കര അമ്മ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളിൽ ഒരുപാട് ആളുകൾ അമ്മയെ വിശ്വസിക്കുന്നവരുണ്ടാകാം. ഒരുപാട് ആപത്ഘട്ടങ്ങളില്, ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയത്തില്, പ്രശ്നങ്ങളില്, പ്രതിസന്ധികളില് അമ്മ രക്ഷിച്ച കഥകൾ ഒരുപാട് ആളുകൾക്ക് പറയാനുണ്ടാകും. ഇനി നമ്മൾ എത്ര വിചാരിച്ചു എന്ന് പറഞ്ഞാലും ചോറ്റാനിക്കര അമ്മയെ കാണാൻ എല്ലാവർക്കും സാധിക്കുന്നതല്ല. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അമ്മയുടെ വിളി വന്നു കഴിഞ്ഞാൽ മാത്രമേ, ആ മനസ്സിൽ തോന്നിപ്പിച്ചാൽ മാത്രമേ അമ്മയെ കാണാനായിട്ട് പറ്റുകയുള്ളൂ. ആ മണ്ണിൽ കാലെടുത്ത് വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഞാനിത് പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് നിമിത്തമായിരിക്കാം, ആ അമ്മയുടെ വിളിയായിരിക്കാം എന്നതൊന്ന് തിരിച്ചറിയുക. അപ്പോൾ ഞാനിന്നിവിടെ പറയുന്ന നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 2025 തീരുന്നതിന് മുന്നേ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം ഉണ്ടാകുന്നത്, എപ്പോഴാണോ സൗകര്യം, ആ ഒരു സമയത്ത് അമ്മയെ ഒന്ന് പോയി കണ്ട് പ്രാർത്ഥിക്കുക. ഇനി ഈ പറയുന്ന നക്ഷത്രക്കാരെ കൂട്ടിയിട്ട് പോകുന്ന മറ്റുള്ളവർക്കും അതിൻ്റെ ഒരു ഗുണം ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെയും കൂട്ടി നിങ്ങൾ തന്നെ പോവുക ഈ ഒരു ക്ഷേത്രത്തിലേക്ക് അമ്മയെ കാണാനായിട്ട്. അപ്പൊ നിങ്ങൾക്കും അതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നതായിരിക്കും. ആ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്, രണ്ടാമത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്, 3 വിശാഖം, 4 രേവതി, 5 പൂയം, 6 ചതയം, 7 പുണർദം, 8 ചിത്തിര, 9 അനിഴം, 10 തൃക്കേട്ട, 11 മൂലം, 12 രോഹിണി. നമുക്കറിയാം 27 നക്ഷത്രങ്ങളാണ് ആകെ കൂടെ ഉള്ളത്. ഈ 27 നക്ഷത്രങ്ങളില്
ഈ 12 നാളുകാർക്കാണ് ആ യോഗം കാണുന്നത്. ഇവര് ചോറ്റാനിക്കര അമ്മയുടെ നടയിൽ പോയി പ്രാർത്ഥിച്ചാല് ഇവരുടെ ജീവിതത്തില് വലിയ വഴിത്തിരിവ് 2025 ഉണ്ടാകുന്നതാണ്. ഞാൻ ഈ പറഞ്ഞത് വെറുതെ പറഞ്ഞതാണെന്ന് ഒരിക്കലും കരുതരുത്. നിങ്ങൾ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇനി ഇതിന്റെ അർത്ഥം മറ്റുള്ള നാളുകാരൊന്നും തന്നെ അമ്മയെ പോയി കാണേണ്ട, അല്ലെങ്കിൽ അങ്ങനെ പോയി കണ്ടതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്നല്ല. ഏതൊരാൾക്കും പോവാം, അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന നാളുകാര് നിർബന്ധമായിട്ടും അമ്മയെ പോയി കാണുക എന്നുള്ളതാണ്. പോയി കഴിഞ്ഞാൽ ഇവർക്ക് അതിന്റെ ഫലം ഉണ്ടാകും എന്നുള്ളതാണ്. ചോറ്റാനിക്കര അമ്മയെ കാണാൻ പോകുന്ന സമയത്ത് ഒരിക്കലും വെറും കൈയോടെ പോകരുത്. അമ്മയ്ക്ക് സമർപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യവുമായിട്ടേ പോകാൻ പാടുള്ളൂ എന്നത് വളരെ പ്രധാനമാണ്. ഈ ഒരു 3 കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു തരാം. ഈ 3-ൽ ഏതാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു കാര്യവുമായിട്ട് നിങ്ങൾ ചോറ്റാനിക്കര അമ്മയെ കാണാനായിട്ട് പോവുക. അപ്പൊ നോക്കാം ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ എന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചോറ്റാനിക്കര അമ്മയ്ക്ക് നാണയക്കിഴിയുമായിട്ട് പോവുക എന്നുള്ളതാണ്. അതിൽ പരം പുണ്യം, അതിൽ പരം ഐശ്വര്യം വേറെയൊന്നുമില്ല എന്നുള്ളതാണ്. നിങ്ങൾ ചോറ്റാനിക്കര പോകാൻ ഉദ്ദേശിക്കുന്നതിന് ഒരാഴ്ച മുന്നേ നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നിടത്ത്, അല്ലെങ്കിൽ പൂജാമുറി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ 2 ചുവന്ന പട്ട് കൊണ്ടുവന്ന് 2 എണ്ണം ആ വിളക്ക് കത്തിക്കുന്നിടത്ത് വയ്ക്കുക. വെച്ചതിന് ശേഷം ആ ചുവന്ന 2 പട്ടിന്റെയും മുകളിലായിട്ട് 21 നാണയങ്ങൾ, അതായത് ഒരു പട്ടിന്റെ മുകളിൽ 21 നാണയങ്ങൾ, അത് 1 രൂപ നാണയമാകാം, 5 രൂപ നാണയമാകാം, ഏതെങ്കിലും നാണയങ്ങൾ 21 എണ്ണം ഒന്നിന് മുകളിൽ 1 എന്നുള്ള കണക്കിൽ അടുക്കി വയ്ക്കുക. ഇനി രണ്ടാമത്തെ പട്ടിന്റെ മുകളിലും 21 നാണയങ്ങൾ അടുക്കി വയ്ക്കുക. ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ആഗ്രഹം നേടിയെടുക്കാനായിട്ട് അമ്മയ്ക്ക് ഇതുപോലെ നാണയക്കിഴി സമർപ്പിക്കാം. ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൂജാമുറി ഇല്ലാത്തവരെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അവർക്ക് കൂടെ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. എല്ലാ വീട്ടിലും പൂജാമുറി ഉണ്ടാവണം എന്നില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ നിലവിളക്ക് സൂക്ഷിക്കുന്ന ഒരു സ്ഥാനം ഉണ്ടാവുമല്ലോ. ശുദ്ധിയും വൃത്തിയുമുള്ള ഒരു സ്ഥാനത്തായിരിക്കും നമ്മൾ എപ്പോഴും നിലവിളക്ക് വയ്ക്കുന്നത്, നിലവിളക്ക് സൂക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു നിലവിളക്കിനടുത്തായിട്ട് നമുക്ക് ഈ കിഴി സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ചോറ്റാനിക്കരയിൽ പോകുന്ന ദിവസം രാവിലെ ആ കിഴി പൊതിഞ്ഞെടുക്കുക. അപ്പോൾ 2 കിഴി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും. അങ്ങനെ ചുവന്ന പട്ടുകൊണ്ട് കെട്ടിയ നാണയക്കിഴിയുമായിട്ട് വേണം നിങ്ങൾ ചോറ്റാനിക്കര അമ്മയെ കാണാൻ പോകേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, വെറും കൈയോടുകൂടി പോകരുത്. ഈ നാണയക്കിഴി ചോറ്റാനിക്കര അമ്പലത്തിൽ കൊണ്ടുപോയി ഒരു കിഴി മേൽക്കാവിൽ അമ്മയുടെ കാണിക്ക വഞ്ചിയിലും 2ാമത്തെ കിഴി കീഴ്ക്കാവിൽ അമ്മയുടെ കാണിക്ക വഞ്ചിയിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏതൊരുവളാണോ ഇത് ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും തീരും, സകല ദാരിദ്ര്യവും തീരും, സകല ദുഃഖവും തീരും. ഇനി ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ 2ാമത്തെ കാര്യം പറഞ്ഞു തരാം. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇത്തരത്തില് ചോറ്റാനിക്കരയ്ക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ചോറ്റാനിക്കര ചെന്ന് കഴിഞ്ഞതിന് ശേഷം നല്ല ഒരു താമരമൊട്ട് അല്ലെങ്കിൽ താമരമൊട്ട് കൊണ്ട് കെട്ടിയ മാലയോ വാങ്ങുക. വാങ്ങിയതിന് ശേഷം മേൽക്കാവിൽ അമ്മയുടെ തിരുനടയിൽ ചോറ്റാനിക്കര കൊണ്ടുപോയി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതാണ് 2ാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോറ്റാനിക്കര ചെല്ലുന്ന സമയത്ത് ചോറ്റാനിക്കര അമ്മയെ തൊഴാൻ പോകുമ്പോൾ അമ്മയ്ക്ക് 5 നെയ്വിളക്കും ഒരു ലളിതാ സഹസ്രനാമ അർച്ചനയും നടത്തുക. ഈ ഒരു കാര്യം ചെയ്യുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു തന്ന 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ടേ ഈ പോകുന്ന സമയം വരാൻ പാടുള്ളൂ എന്നുള്ളതാണ്. 3 ചെയ്താലും ഫലം കിട്ടുന്ന കാര്യമാണ്. നാണയക്കിഴി കുറച്ചുകൂടെ ഒരു പടി മുകളിൽ നിൽക്കുന്നതാണ് എന്ന് പറയാം. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യം ചെയ്യുക. 2025 എന്ന് പറയുന്ന ഈ ഒരു വർഷം ഈ പറഞ്ഞ നക്ഷത്രക്കാരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അമ്മയായിരിക്കും നിങ്ങളെ കാത്തു സംരക്ഷിക്കുന്നത്, നിങ്ങൾക്കെല്ലാ ഐശ്വര്യവും നൽകുന്നത്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യവശാല് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത്, അതായത് 2025 തീരുന്നതിന് മുന്നേ ചോറ്റാനിക്കര അമ്മയെ കാണാൻ പോകാൻ സാധിക്കുന്നില്ല. ഇപ്പൊ പുറം രാജ്യത്തുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നവര്, അങ്ങനെ പലർക്കും പല കാരണങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ പോകാൻ സാധിക്കാത്ത ആളുകൾ ചെയ്യേണ്ട കാര്യം,
നിങ്ങൾ ഒരു ദിവസം സന്ധ്യാസമയത്ത് സാധിക്കുമെങ്കിൽ വെള്ളിയാഴ്ച തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിച്ച ശേഷം നിലവിളക്കിന് മുന്നിലിരുന്നു കൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കുക. ശേഷം 1 രൂപയുടെ ഒരു നാണയം കയ്യിലെടുത്തുകൊണ്ട് നിങ്ങളുടെ തലയ്ക്കൊഴിഞ്ഞ് അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോട് പറയുക, അമ്മേൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് എനിക്കിപ്പോൾ അമ്മയെ കാണാൻ വരാൻ സാധിക്കാത്തത്. അമ്മയുടെ അനുഗ്രഹം, അമ്മയുടെ കരുതൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. എൻ്റെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ നീക്കി എനിക്ക് നല്ല ഒരു ജീവിതം, സർവ്വൈശ്വര്യം, സൗഭാഗ്യങ്ങളൊക്കെയും അമ്മ നൽകണം. ശേഷം എനിക്ക് അമ്മയെ കാണാനുള്ള ഒരു സാഹചര്യം കൂടെ ഒരുക്കി തരണം. ഇനി അമ്മയെ കാണാൻ പറ്റുന്ന സാഹചര്യത്തിൽ അമ്മയെ കാണാൻ വരുന്ന സമയത്ത് ഈ ഒരു നാണയവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതിനുള്ള സാഹചര്യം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരണേ എന്നുള്ളത് അമ്മയോട് പ്രാർത്ഥിക്കുക. ശേഷം ആ നാണയം 3 തവണ തലയ്ക്കൊഴിഞ്ഞ് ഒരു ചുവന്ന പട്ടിൽ കെട്ടി ഭദ്രമായിട്ട് ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക. ഈ ഒരു കാര്യം വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുളിച്ച് ശരീരശുദ്ധി വരുത്തിയിരിക്കണം. പുല, വാലായ്മ, പീരീഡ്സ് പോലുള്ള സമയങ്ങളിലൊന്നും തന്നെ ഇത് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നിങ്ങളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസം നോൺ വെജ് ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. എല്ലാ ശുദ്ധിയോടും വൃത്തിയോടും കൂടി വേണം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. ഈ കെട്ടിവെച്ചിരിക്കുന്ന ചുവന്ന പട്ടിൽ കെട്ടിവെച്ചിരിക്കുന്ന ആ ഒരു നാണയം നിങ്ങൾ ഭദ്രമായിട്ട് പൂജാമുറിയിലോ അല്ലെങ്കിൽ മറ്റാരും എടുക്കാത്ത ഒരു സ്ഥാനത്തോ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമ്മ നിങ്ങളെ ആ മണ്ണിലേക്ക് തീർച്ചയായിട്ടും വിളിക്കും. ആ ഒരു സമയത്ത് അവിടെ പോകുന്ന സമയത്ത് ഈ ഒരു നാണയം കൊണ്ടുപോകാനായിട്ട് മറക്കരുത്. ഇത് അമ്മയുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കണം, എന്നെ ഇവിടേക്ക് വിളിച്ചതിന് നന്ദി എന്നുള്ള കാര്യം. നമുക്കെല്ലാവർക്കും അറിയാം, ശക്തി സ്വരൂപിണിയാണ് അമ്മ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ, നമ്മുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും ഇല്ലാതാക്കാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരാൻ അമ്മയുടെ അനുഗ്രഹം മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.